ഇനി പാരാമെഡിക്കലിൽ തന്നെ വരുന്ന മറ്റൊരു കോഴ്സാണ് ATOT, അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ. അതെ. ഇതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിഷൻ ക്രൈറ്റീരിയകൾ എങ്ങനെയാണ് വരുന്നത്? ഈ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ അഥവാ ATOT എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത്, ഹാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ ഹോസ്പിറ്റലിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ. ഈ ഓപ്പറേഷൻ തിയേറ്ററിനെ, ഈ ഹോസ്പിറ്റലിൻ്റെ ഹാർട്ടിനെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ATOT പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾ, ATOT ടെക്നീഷ്യന്മാർ നമുക്ക് പറയാം. ഇവരുടെ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ A to Z കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ഇവരാണ്. ഒരു രോഗി ഓപ്പറേഷന് വേണ്ടി വരുന്ന സമയത്ത് ഫസ്റ്റ് ടൈം കാണുന്നതും ഓപ്പറേഷൻ കഴിഞ്ഞ് അനസ്തേഷ്യയുടെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം കാണുന്നതും ആരെയാണ്? ഈ ATOT പഠിച്ചിട്ടുള്ള ആളുകളെയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു പോകുന്ന ഡോക്ടറാണ് ആക്ച്വലി മുഴുവൻ ക്രെഡിറ്റും കൊണ്ടുപോകുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആക്ച്വലി നമ്മളെ മെഡിക്കൽ കോളേജുകളിലൊക്കെ പലപ്പോഴും ഈ കത്രിക നമ്മുടെ ശരീരത്തിൽ വെച്ച് അറിയാതെ തുന്നിക്കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഈ ഇവരുടെ ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ATOTക്കാരുടെയും ഒരു കോർഡിനേഷനിൽ വരുന്ന പ്രോബ്ലംസ് കൊണ്ടാണ് അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഇവരുടെ വർക്കുകൾ മെയിനായിട്ട് വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ അത്യാധുനികമായിട്ടുള്ള മെഷീനറികൾ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ അണുവിമുക്തമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഡോക്ടേഴ്സ് കൈ നീട്ടുന്ന സമയത്ത് ഏത് ഉപകരണമാണോ വേണ്ടത്, ഉപകരണങ്ങൾ അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഈ കൈകളിലേക്ക് എത്തിക്കുന്നത് ഈ അനസ്തേഷ്യ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് ഇവരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് ഇവരുടെ ഇമ്പോർട്ടൻസ് വളരെ നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഇവർ ഇനിയിപ്പോൾ സാലറി പാക്കേജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 22,000 റുപ്പീസ് മുതൽ ഒരു 35,000 റുപ്പീസ് വരെയൊക്കെ സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് ഇവർക്ക് ലഭിക്കാറുണ്ട്. കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ? കേരളത്തിലാണെങ്കിൽ ഈ ഒരു എമൗണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ 1.5 lakh റുപ്പീസൊക്കെയാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത്. ഇനി ഈ OTATൻ്റെ ജോബ് സാധ്യത എന്ന് പറഞ്ഞല്ലോ, സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ സാലറിയൊക്കെ സാറ് പറഞ്ഞത് ഓക്കെയാണ്. ബട്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ കൂടുതലുള്ളൊരു ഏരിയ അല്ലേ ശരിക്കും? കാരണം ഒരു ഹോസ്പിറ്റൽ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മാക്സിമം പോയാൽ ഒരു 2, 3, അതിനേക്കാളും കൂടിയാൽ മാക്സിമം ഒരു 4 OT അല്ലേ വരുള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററൊക്കെ വരുള്ളൂ. ഒരു OTയിൽ 1, 2 OTക്കാർ മതിയല്ലോ, അതിൽ കൂടുതൽ ആളുകൾ ആവശ്യം വരുന്നില്ലല്ലോ. മാക്സിമം നമുക്കൊരു 4 പേരൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ. ഓക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ത് ചെയ്യും, 4 ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരു 3 ഓപ്പറേഷൻ തിയേറ്ററുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അത്രയും വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ 3 ഓപ്പറേഷൻ തിയേറ്റർ വരുന്ന ഹോസ്പിറ്റലാണെങ്കിൽ 12 ആൾ ആകെ ആവശ്യമുള്ളൂ. പക്ഷെ പഠിച്ചിറങ്ങുന്നതോ ഒരുപാട് പേര് പഠിച്ചിറങ്ങും. അത് ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു 4 OT ഉള്ള ഒരു ഹോസ്പിറ്റലിൽ നഴ്സസിന് വെച്ച് നോക്കുകയാണെങ്കിൽ നഴ്സസിന് ജോബ് ഓപ്പർച്യൂണിറ്റിയും OTATക്കാരുടെ ജോബ് ഓപ്പർച്യൂണിറ്റി വളരെ റെയറാണ്. ഒരു 100 നഴ്സസിന് അവിടെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, ഒരു 4-5 പേർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഡിഫക്റ്റ് ഇതിന് ഉണ്ട്. അത് ഇപ്പോൾ സെയിം ആണ്. ഇപ്പോൾ MLT ആണെങ്കിലും MIT ആണെങ്കിലൊക്കെ ആ ഒരു ഇഷ്യൂ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പൊതുവെ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലുള്ളതാണ്. പക്ഷേ സ്കില്ലും കാര്യങ്ങളും ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് എപ്പോഴും എന്തുണ്ട്, എല്ലാ ഫീൽഡിലും എപ്പോഴും ജോബ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഓരോ അഭിരുചി അനുസരിച്ചാണ്. ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നഴ്സിങ്ങിനാണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ താല്പര്യം അതല്ല എന്നിരിക്കെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യരുത്. കാരണം ട്രെൻഡ് ഇപ്പോൾ നഴ്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ജോബ് ഓപ്പർച്യൂണിറ്റിയും ജോലിയും സാലറിയുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അഭിരുചി നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡും ഒന്നും അതിന് സൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡും അതുപോലെ തന്നെ സാലറിയും മാത്രം നിങ്ങൾ നോക്കിയിട്ട് അത് ചൂസ് ചെയ്യരുത് എന്നുള്ളതാണ്. ATOTൻ്റെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ LBS ത്രൂ തന്നെയാണ് സാധാരണ. ആസ് യൂഷ്വൽ എൻട്രൻസ് കാര്യങ്ങളൊന്നുമില്ല. LBS ത്രൂ തന്നെയാണ്. ദർ ഇസ് നോ എൻട്രൻസ് എക്സാംസ് ഫോർ ദാറ്റ്. ബേസ്ഡ് ഓൺ ദർ +2 മാർക്കിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ബ്ലഡ് കാര്യങ്ങളൊന്നും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്ത ആളുകളാണെങ്കിൽ ബെസ്റ്റ് ഒരു ചോയ്സ് തന്നെയാണ് ATOT എന്നുള്ളത്.
പുറത്തേക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സാലറി ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണെങ്കിൽ പോലും നമ്മുടെ സ്കില്ലിനനുസരിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ.